ഇത് കോതാട് ഗ്രാമം. പച്ചപ്പരവതാനി വിരിച്ച് കായലുകളും പുഴകളും കൊണ്ട് സമൃദ്ധമായ ഒരു കൊച്ചു ഗ്രാമം. ഇവിടെ താമസിക്കുന്ന 5000-ഓളം വരുന്ന ജനങ്ങളും സമീപ ഗ്രാമങ്ങളായ ചേന്നൂർ, പിഴല, കടമക്കുടി നിവാസികളെയും കൊച്ചി നഗരവുമായി ബന്ധിപ്പിക്കുന്ന ഏക സഞ്ചാരമാർഗമാണ് കുട്ടി സാഹിബ് റോഡ്. പൂർവികന്മാർ ചെളികുത്തിയിട്ട് നടപ്പാതയാക്കി മാറ്റിയ റോഡിനെ അത് അവരുടെ വികാരം എന്ന് വിളിക്കാം. അത്രയുണ്ട് അവർക്ക് ഈ റോഡിനോടുള്ള മമത. ഇന്ന് ഈ റോഡിൻ്റെ അവസ്ഥ തികച്ചും അപലപനീയമാണ്. പറയാന്ന് ഞങ്ങൾക്ക് നടുവില്ല, വണ്ടിക്ക് കംപ്ലൈൻറ്റ് മാറിയിട്ടുള്ള നേരമില്ല. വളരെ ജീവിതം തന്നെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം. അത്ര ഞങ്ങൾക്ക് പറയാനുണ്ട്. ജീവിക്കാനൊരു നിർവാഹമില്ല. മഴയെടുക്കണ കാശ് വണ്ടിയുമ്പോഴായിട്ട് ചിലവാകും. മരുന്നടിക്കാൻ ഇപ്പം തന്നെ ചുമയൊന്നും ജലദോഷവും മാറിയിട്ടില്ല, ശരീരം വേദന. ഈ കോതാട് മാത്രം ഇത്രയും മോശമായിട്ടുള്ള റോഡുള്ളൂ അല്ലേ? കോതാടാണ് ഏറ്റവും മോശം. ഈ നാട്ടുകാർ പ്രതികരിക്കുന്നുണ്ട് അതിന്? നാട്ടുകാരുടെ പ്രതികരണ ശേഷിയാണ് ഇപ്പം ഇങ്ങനെ കിടക്കുന്നത്, കുറവായതുകൊണ്ടാണ്. ഓക്കെ, ഇനി നിങ്ങൾ എന്തെങ്കിലും സമരമാർഗമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമുണ്ടോ? സമരമാർഗ്ഗങ്ങൾ നമുക്ക് ഇനി പോകെ കൂടുതൽ കരുത്താർജിച്ച് ചെയ്യേണ്ട വരും എന്നുള്ളതാണ് ഈ റോഡ് പണിത്. ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അവസ്ഥ വളരെ ശോചനീയമാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഇതിൽ നടക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 കൊല്ലമായിട്ടും റോഡ് ഇങ്ങനെ തന്നെയാണ്. യാതൊരു റിപ്പയറും ഇല്ല, ഒന്നുമില്ല. അത് ആർക്കും ഇത് നന്നാക്കണം എന്നുള്ള ഒരു താല്പര്യം തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ എത്ര കൊല്ലം ഇങ്ങനെ പോകുമെന്ന് അറിയില്ല. എത്ര ഭരണകർത്താക്കൾ മാറി മാറി വന്നാലും ഇതൊക്കെ തന്നെ ആയിരിക്കും സ്ഥിതി. പിന്നെ അതുകൂടാണ്ട് വണ്ടി പോകുമ്പോൾ ഭയങ്കര നടുവേദന, കുടുക്കം കൂടുതലാണ്. വണ്ടിക്ക് റിപ്പയർ എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അധികാരികൾ ആരെങ്കിലും ശ്രദ്ധിക്കുകയോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ ഭാവിയിൽ അത് നന്നാക്കും. ഇപ്പോൾ ഈ പ്രാവശ്യം കൂടി നന്നാക്കുമെന്ന് വിചാരിക്കുന്നു.
ഇങ്ങനെ കിടക്കണം. ഒരാഴ്ചയെങ്കിലും ഇതൊന്നും നന്നായി കിടന്നൊരു അവസ്ഥ ഉണ്ടായി. ആരെങ്കിലും വന്ന് എന്തെങ്കിലും നന്നാക്കും, വീണ്ടും അത് നോക്കും. എത്ര നാളെ ഈ റോഡിന്റെ സ്ഥിതി ഈ ഇത്രയും മോശമായി കിടന്നിട്ട് കാലങ്ങളായി. ഒരാളും തിരിഞ്ഞു നോക്കാറില്ല. പ്രത്യേകിച്ച് ഈ ചുറ്റൂരിന്ന് ഇങ്ങോട്ടുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാണ്ട് കിടക്കുന്ന ഒരു സാധനം. ആരും ഇതിന് ഒരു ഉത്തരവാദിത്വം വെറുതെ ഇങ്ങനെ കിടക്കും. ഇതില് നാട്ടുകാരും ഇടപെട്ടില്ലേ? നാട്ടുകാരൊക്കെ ഇടപെടാറുണ്ട്, നാട്ടുകാരൊക്കെ പറയാറുണ്ട്. പക്ഷെ വേണ്ടപ്പെട്ട അധികാരികൾ മാത്രം ഇതിന് ഒന്നും ചെയ്യാറില്ല. ഇപ്പൊ ഇനി എന്താണ് ഈ നാട്ടുകാരുടെ ഫ്യൂച്ചർ പ്ലാൻ? ഈ റോഡ് നാട്ടുകാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇവിടെ ഉപരോധിക്കുക, എന്തെങ്കിലും കടുത്ത രീതിയിലുള്ള എന്ത് ചെയ്താൽ മാത്രം ഇതിന്റെ ആളുകൾ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യുള്ളൂ. അല്ലാതെ സാധാരണ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ എന്ത് പറഞ്ഞാലും ഈ അധികാരികൾ ആരും ഒന്നും ചെയ്യാൻ പോകുന്നു. നാട്ടുകാർ ശക്തമായ രീതിയിൽ എന്തെങ്കിലും നടപടി എടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കും. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താറുമാറായ റോഡിന് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നിരവധി കഥകൾ പറയാനുണ്ട്. ആക്സിൽ ഒടിയുന്ന ഓട്ടോറിക്ഷയും പഞ്ചറാകുന്ന ടയറുകളും ഇവിടെ നിത്യസംഭവങ്ങൾ മാത്രം. കിലോമീറ്റർ നീളുന്ന ഈ റോഡിലെ പ്രധാന യാത്രാമാർഗം ഓട്ടോറിക്ഷ മാത്രമാണ്. എന്നാൽ താറുമാറായ റോഡിലൂടെയുള്ള സവാരി അവർക്ക് നൽകുന്നത് ഒരു പിടി റിപ്പയർ ബില്ലുകളും അധികാരി വർഗത്തിൻ്റെ അവഹേളനങ്ങളും മാത്രം. അപ്പോൾ ചേട്ടാ, ഈ റോഡിനെ കുറിച്ച് എന്താണ് ചേട്ടൻ നിങ്ങൾക്ക് പറയാനുള്ളത്? എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാൻ ഓട്ടോ തൊഴിലാളി യൂണിയൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. കഴിഞ്ഞ ഒരു 2 വർഷക്കാലത്തോളമായി ഞങ്ങൾ നിരന്തരം ഈ റോഡ് മോശത്തിനെ കുറിച്ച് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾ സൂചനാ പണിമുടക്ക്, പിന്നെ പ്രതിഷേധ യോഗങ്ങൾ ഇതെല്ലാം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൽ കൂടി മറ്റേ സോമയുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടിട്ടാണ് ഈ റോഡിലേക്ക് ഇത്ര മോശം അവസ്ഥ. അപ്പോൾ വികസനം വേണ്ട എന്ന് നമ്മൾ ഒരിക്കലും വാദിക്കുന്നില്ല. പക്ഷേ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിച്ചുകൊണ്ടുള്ള അത് വികസനം ഞങ്ങൾക്കിത് ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഒരു കോതാടേക്ക് ഓടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ ഓട്ടക്കൂലി തരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പെട്രോൾ അടിക്കാനും വണ്ടി മെയിൻ്റെനൻസ് ചെയ്യാനും മാത്രമേ ഉള്ളൂ. അത്രത്തോളം കുഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് തന്നെ ഓടാൻ പറ്റാത്തൊരു അവസ്ഥ ഇപ്പം നിലവിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ 2 വട്ടം ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നാട്ടുകാരും അവരുടെ രീതിയിലൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പം ഇതിൻ്റെ ഈ റോഡിൻ്റെ മോശം അവസ്ഥയെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ പ്രതികരിക്കും. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു അവസ്ഥയിൽ ഇത് ഇനി തുടർന്ന് ഇത് ഭംഗിയായിട്ട് ചെയ്തില്ല എങ്കിൽ ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ ഓട്ടം നിർത്തി, അതായത് ഈ ബാധകളിലൊക്കെ ഓട്ടം നിർത്തി വെക്കേണ്ടി വരും. ചേട്ടാ, ഈ കോതാട്ടേക്കുള്ള മാത്രം റോഡുകളാണ് ഇത്രയും മോശം, അല്ലെങ്കിൽ മറ്റുള്ള റോഡുകൾ താരതമ്യം ചെയ്യുമ്പോൾ കോതാട്ടേക്കുള്ള റോഡിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം? തീർച്ചയായിട്ടും. അതായത് ഏറ്റവും മോശം അവസ്ഥയിൽ കിടക്കുന്ന ഇന്ന് നിലവിൽ കോതാട് റോഡുകൾ, മറ്റുള്ള എല്ലാം മറ്റേ താൽക്കാലികമായിട്ടെങ്കിലും കുഴിയൊക്കെ അടച്ച് ഒരുവിധം ഞങ്ങൾക്ക് ഓടാവുന്ന രസം. കോതാടേക്ക് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഞങ്ങളത് അതുകൊണ്ടിട്ട് ഇനി ഓട്ടം നിർത്തി വെക്കാന്നുള്ള ഇതായിട്ടാണ് ഞങ്ങൾ. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം റോഡ് നന്നാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അവർ വെറുതെ ഒന്ന് ഒരു മെറ്റിട്ട് തൂപ്പിച്ചിട്ട് പോയത്. നമുക്കത് കുറെ പൈസ അവിടെ കൊണ്ട് കിട്ടിയെന്നോട്ട് അത്രയുള്ള വർക്കുകളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. നിസ്സാര ദിവസം റോഡ് പണിത് 2 മാസം ഒറ്റ മഴക്ക് അടുത്തൊരു മഴക്ക് പിന്നെ അത് പൊട്ടിപ്പൊളിഞ്ഞ് പോയെന്നുള്ളതാണ് സത്യം. ഒരു 3 മാസം തികച്ച് നിന്നിട്ടില്ല പണിത്. അത് അപ്പോൾ ഒരേ മെറ്റിലിട്ടിട്ട് പോയാൽ അതാണ് ചങ്ങയെന്ന് എന്തോ ഒക്കെ പറഞ്ഞ അങ്ങനെ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടാമത് അവർ ഇത്തിരി കൂടെയൊക്കെ മെച്ചപ്പെടുത്തിയിട്ടിട്ട് പോയത്. അല്ലെങ്കിൽ അപ്പം തന്നെ പോയാലും അങ്ങനെയാണ് അവർ ചെയ്തിട്ട് പോയത്. നമുക്ക് കുറെ പൈസ കൊണ്ട് അവർ ചെയ്യാന്ന് പറഞ്ഞാണ്, പക്ഷെ അവരെ കൊണ്ട് ചെയ്യിച്ചില്ല. ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹകരണമോ സമര മുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ ഓട്ടോ തൊഴിലാളികളിൽ ഇവിടെ സമരം നടത്തിയല്ലാണ്ട് വേറെ ആരും ഇതിനെതിരെ ഒരു സമരം നടത്തിയിട്ടില്ല. നാട്ടുകാർക്ക് ആർക്കും താല്പര്യമില്ലാത്ത രീതിയാണ്. താല്പര്യമില്ല എന്നുള്ളത് കാരണം എന്താണെന്നറിയാമോ? ഞങ്ങൾ ഈ ഇങ്ങനെ ഒരു ഇതിപ്പോൾ ഇവിടെ കാണിച്ചു തന്ന പോസ്റ്റർ പ്രകാരം
ഞങ്ങളൊരു 3 ദിവസം മുന്നേ ഇതിന്റെ പ്രതിഷേധ യോഗം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ച് സംഘടിപ്പിച്ചാൽ അതപ്പോൾ എല്ലാ നാട്ടുകാർ, കാരണം ഞങ്ങളുടെ ഓട്ടത്തിന്റെ ഭൂരിഭാഗം, ഞങ്ങൾക്ക് നിശ്ചിത വരുമാനം കിട്ടുന്നതിന് ഭൂരിഭാഗം ഈ കോതാട്, കോരാമ്പാടം, കണ്ടനാട് എന്നുള്ള ആ ദ്വീപുകളിൽ നിന്ന് ഓടി കിട്ടുന്നതാണ്. അപ്പം ഞങ്ങളുടെ മാത്രം കാര്യമാണെന്നുള്ള നിലയ്ക്ക് നാട്ടുകാരത് തീർച്ചയായിട്ടും ഒരു നിസ്സഹകരണ നിലപാട്. കാരണം അവരങ്ങോട്ട് എത്തിച്ചില്ല എങ്കിലുണ്ടല്ലോ, അതായത് അങ്ങോട്ട് എന്താ കുഴപ്പം, ബാക്കി എല്ലാ റോഡുകളൊക്കെ അങ്ങനെ അടക്കണില്ല ഇങ്ങനെ അടക്കണില്ല, തീർച്ചയായിട്ടും വേണമെങ്കിൽ ഞങ്ങൾ നിർത്തിവെക്കുന്നത്. നാട്ടുകാർ സഹകരിച്ചില്ല എന്ന് പറയുന്നില്ല, എന്നാലും ഒരു നിസ്സഹകരണ നിലപാട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ മാസ് പെറ്റീഷൻ അതൊന്നും ഒപ്പിട്ട് തരാൻ പോലുള്ള ചിലവരൊക്കെ വിമത കാണിക്കേണ്ടായിരുന്നു. ഓക്കെ ചേട്ടാ, നന്ദി. ഇത് ഈ റോഡിന്റെ എത്രയും ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഇതിലൊരു 60 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുള്ളതായിട്ട് അറിയുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഫണ്ട് ഇത് പാസ്സാക്കിയെന്ന് പലരും പറഞ്ഞറിയുന്നു. പക്ഷെ ഞാൻ ഇനി ചെയ്യുമ്പോഴേക്കും അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഇതിനെ കൂടി പോകുന്ന ഭാരവാഹനങ്ങളുടെ, അതായത് അതെങ്കിലും കൂടി വഹിക്കാനുള്ള ശേഷി ഈ റോഡിനുണ്ടെന്ന് ഉറപ്പാക്കുക എന്നുള്ളത്. അങ്ങനെ ഏതാണെങ്കിൽ ഈ റോഡ് ചെയ്യുന്നതിനോടൊപ്പം അതിന്റെ ബന്ധപ്പെട്ട അധികാരികളോട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് ഞങ്ങളും കൂടി എന്നിട്ട് അത് ഭംഗിയായിട്ട്, കാരണം ഇത് തോപ്പിച്ച് അതിൻ്റെ ഒരു 11 ലക്ഷം രൂപയോളം വെച്ച് മെയിൻ്റനൻസ് ചെയ്യുമെന്ന് പറയുകയും ചെയ്ത് പേരിന് 11 ലക്ഷം, പക്ഷെ അതിന്റെ വർക്ക് നടന്നിട്ടുണ്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം 2 മഴ അടുപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാൽ തൊട്ട് അപ്പുറവും ഇപ്പുറവും വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിൽ പാടങ്ങളൊന്നും എത്തിയില്ലെങ്കിൽ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനമുണ്ട്. എന്നിട്ടും നടുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ മിക്കവാറും തോപ്പിച്ചായിരിക്കും ഈ വർക്ക് നടത്തുന്നത്. അപ്പം ഇനി വരുന്ന ഒരു വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ഭാരവാഹനങ്ങൾക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം വളരെ നന്നായിട്ട് നടക്കുന്ന രീതിയിലുള്ള ടാറിങ് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ റോഡിന്റെ അവസ്ഥ ഇത്ര ശോചനീയമാക്കാൻ പരിശ്രമിച്ച സോമ കൺസ്ട്രക്ഷൻസിന്റെ രാക്ഷസ വാഹനങ്ങൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു പായുന്നത് ഓരോ കോതാട് ഗ്രാമവാസികളുടെയും നെഞ്ചിലൂടെയാണ്. അധികാരികളുടെ കാരുണ്യം കാത്തു കഴിയുന്ന ഈ റോഡിന് ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ശാപമോഷം കാത്തുകിടക്കുന്ന ഈ കുട്ടി സാഹിബ് റോഡ് വികസനത്തിന് വിമുഖത കാണിക്കുന്ന അധികാരികൾക്ക് എന്നും ആക്ഷേപമായി നിലകൊള്ളുന്നു.